பிரதர் பிரதரா? அந்த பையனோட அப்பா அம்மா ஏன் அப்படி ரூடா பேசினாங்க? ഏത് പയ്യൻ? ഫ്രണ്ട്. അത് പിന്നെ പാതിരാത്രി തമിഴിൽ പറഞ്ഞ് ഞാൻ എങ്ങനെ മനസ്സിലാക്കാതെ. തങ്കച്ചി, നൈറ്റിൽ 2 പസങ്ങ കൂടെ ഒരു പൊണ്ണു പോയാ കേരളാവിൽ പിടിക്കാതെ. നീങ്ക തൂങ്ങിക്കോ. அதுல என்ன தப்பு இருக்கு? ഒരു തപ്പും ഇല്ല. നീങ്ക റെസ്റ്റ് പണിക്കോ. തപ്പേ അല്ല, നിങ്ങൾ നനച്ച വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടിയ വണ്ടി കയറിയിരിക്കോ? വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? ரொம்ப കേവലം. ഏത് നേരത്താണോ ഇവനെയൊക്കെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്? ഇപ്പൊ നനച്ച വണ്ടി കിട്ടിയില്ല, ഉള്ള വണ്ടി പോവുകയും. ഹലോ അണയാ, നിങ്ങൾ എവിടെ? നമ്മളിപ്പം ഒറ്റപ്പാലം. അണയാ, ഒന്നും പേടിക്കണ്ട, നിങ്ങളെങ്ങും പോയില്ലേ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അവനെ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാന്നൊക്കെ അവിടെ പറയുന്നേ. കല്യാണമാ? ആ, കല്യാണം. അവൾ ഒളിച്ചോടിയെന്ന് വീട്ടുകാർക്ക് നാണക്കേടായടാ. അതിന്റെ വിഷമത്തിന്റെ അവിടെ എല്ലാവരും അതാ. എടാ, അവരെക്കാളും ടെൻഷൻ ഇപ്പൊ എനിക്കാടാ. ചാച്ചന്റെ വണ്ടിയുടെ ടൈലാൻ പുറത്തും ചവിട്ടി പൊട്ടിച്ച്. അതങ്ങനെ അയാൾ കണ്ട അയാൾ ഉറപ്പായിട്ട് എന്നെ തല്ലിക്കൊല്ലും. എടാ, ചാച്ചന് വണ്ടിയേക്കാൾ ഇഷ്ടം നിന്നെയാ. ആളിവിടെ ഫുഡ് പോലും കഴിക്കാണ്ടിരിക്കുന്നേ നിന്നെ കാണാൻ വേണ്ടിട്ട്. എല്ലാവരും വിഷമിച്ചിരിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, വേഗം വാ. ശരിക്കും ചാച്ചൻ പറഞ്ഞ? ആ അണയാ, പിന്നെ ഫോൺ ഓഫ് ആക്കണ്ടാട്ടാ. ഇല്ല തങ്കച്ചി, ഉനക്ക് കല്യാണോ? നിനക്കൂടെ പൊക്കൂടായിരുന്നോടാ? ജസ്റ്റ് മിസ്സാ. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് അളിയാ. എടാ, നിന്റെ അവളുടെ കല്യാണം ഉറപ്പിച്ച്. കല്യാണം? ആടാ, അവർക്ക് പ്രശ്നം നാണക്കേടൊക്കെ ആയി. നിങ്ങളെ കെട്ടിക്കാൻ പോവാ. ആരാ പറഞ്ഞു? എടാ, നിജു വിളിച്ചു പറഞ്ഞു. നിജുവാ? അളി അമ്മയാണ് സത്യം. അവന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? ആ അളിയോ, ഇനി ഇങ്ങനെ നടന്നാൻ പറ്റില്ല അളിയാ. ഒരു ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് അവളെ നന്നായിട്ട് നോക്കണ്ടേ? പുരുഷനായി വേണം. പോവാം, വാ, നമുക്ക് നേരെ നാളിലോട്ട് വിടാം. എന്നിട്ടുള്ളറിഞ്ഞാൽ മതി. നിധി, ഫ്രൂട്ടി വേണം. ബിസ്ക്കറ്റ് വേണം. നിധിയുടെ സങ്കല്പത്തിൽ ഒരു ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ വെൽ സെറ്റിൽഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ആകാൻ നോക്കും നിധി. പ്രൗഡ് ഓഫ് യു. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ കല്യാണത്തിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിധി, എല്ലാത്തിനും ഒരു നിമിത്തമുണ്ടല്ലോ. ഞാൻ ഇരുന്നോളാം. എന്തിനാടാ അപ്പൊ പോലീസ് വരുന്നത്? സാർ, ഫാമിലി സാർ. ഫാമിലി. ആരുടെ ഫാമിലി? തങ്കച്ചി. ഏത് തങ്കച്ചി? അല്ല സാർ, ഞാനല്ല കേൾക്കാൻ അവനാ. നിനക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നീ ഇനി കുറച്ചു കാലേ കോടതി കയറി ഇറങ്ങേണ്ടി വരും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ ഞാൻ ഉണ്ടാക്കി തരുന്നു. പ്ലീസ്. കൊച്ചു വിഷമിക്കണ്ട. അച്ഛനോടും അമ്മയോടും സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കും. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അവളുടെ വീട്ടുകാർ വരുമ്പോൾ എന്തായാലും നിനക്ക് അവളെ പിടിച്ച് കെട്ടിച്ചു തരും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് രണ്ടുപേരോട് ജീവിക്കടാ. ആര്യൻ, அந்த ഫ്രൂട്ടി തരിയാ? കുറച്ച് ചാടാം.
എടാ കുറച്ച് താടാ. വെള്ളം വല്ലതും കുടിച്ചോടാ. എടാ കുറച്ച് താടാ. അതേ കയറി. 11 മണി വരെയുള്ള ബാർ 12 മണി വരെ തുറന്നു വെച്ചിട്ട് ഒരുമാതിരി കാശുള്ളവന്മാരെ മാത്രം വട്ടം വെച്ചിട്ട് പിടിക്കുന്നു. എന്ത് എത്തിക്സ് ആടോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. നിനക്ക് ഇത്രയും നേരം അടുത്തിരുന്നിട്ട് മതിയായില്ലേ? അങ്ങോട്ട് മാറിയിട്ടാ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. കുടിക്കാൻ ഒരു ചായ കിട്ടും. എനിക്കൊരു ചായ. മിണ്ടാരടാ. കുടിക്കാൻ എന്തെങ്കിലും വേണോടോ? വേണ്ട. എനിക്കൊരു ഡബിൾ ലാർജ് ഓൺ ദ റോക്സ്. ഡോ സാർ, അവനെ പിടിച്ച് ലോക്കപ്പിലിട്ടെ. അവനുള്ള പെഗ് നമുക്ക് അവിടെ കൊടുക്കാം. എഴുന്നേക്കടാ. ഞാൻ ഓക്കെ. എഴുന്നേക്കടാ. എന്തോക്കെ അവന്റെ ഒരു NRI നീ സെല്ലിലേക്ക് പോകണം. സാറേ, ആ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ആ, അതവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അല്ല, കോട്ടയത്തിനെത്താൻ എന്തായാലും 5-6 മണിക്കൂർ എടുക്കും സാറേ. ആയിക്കോട്ടെ സാർ. ആ, ഓക്കെ സാർ. ഓക്കെ. ചന്ദനശിലകളിലമ്പിളി തഴുകിയ തീരം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. കൊച്ചുവനെ, നിങ്ങളങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്നേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എടാ കൊച്ചുവനെ. അച്ഛാ, അച്ഛാ, എന്താണ് നിനക്ക് പറ്റിയത്? എനിക്ക് என்ன பண்றதுனே தெரியல. ഇതൊന്നും ലാബിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. அந்த ஃப்ரூட்டி தரியா? വിഷം അടിച്ചെന്നാ തോന്നണേ. വിഷോ? എടാ വിഷോ, വാ നോക്കുന്നു പറയടാ ചേട്ടാ. ഡോ, ആ ജീപ്പ് തിരിച്ചു വിളിക്ക്. വണ്ടി എടുക്കാൻ വിഷം തരാണ്ടിരിക്കാൻ മാത്രം നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോടാം. ആരാണ് എവിടെ ഇരിക്കാ? ഇപ്പൊ കുഴപ്പമില്ല. ഇന്നലെ കൊണ്ടുവന്നപ്പോ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. നീ റെസ്റ്റ് എടുക്ക്. അകലരുതേ, ഇടറരുതേ.